പത്രം എന്നാ പേര്. പക്ഷെ ഇവിടെ ഗൾഫുകാർക്ക് കിട്ടുമ്പോഴത്തേക്കും സൂര്യൻ അങ്ങ് പടിഞ്ഞാട്ടിലായി. മോനെ തോമസ് കുട്ടി, കർത്താവ്, ഇവനെങ്ങാണ് ശരിക്കുള്ള കാർ ഓടിച്ച ഭൂമിയിലെ ജനസംഖ്യ കുറയുമല്ലോ. തോമസ് കുട്ടി, മോൻ അമ്മച്ചിയും മമ്മിയും വിളി, നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല അപ്പച്ചോ. ഹലോ ഹലോ. ഓ, അവനെന്റെ ജ്വരം പിടിച്ചില്ല. ഹലോ ഹലോ. ആ, ഇല്ലല്ലോ, ചാണ്ടിക്കൊച്ചത് എത്തിയില്ല. നീ ആണോ ഇച്ചിരി മുമ്പ് എന്നെ വിളിച്ചത്? ആ, ആരാണ്ട് വിളിച്ചങ്ങ് കട്ടായിപ്പോയി. ആ, ഞാൻ അവന്റെ അപ്പനാ. ഇന്നലെയാ വന്നെ. അവന്റെ അമ്മ കുഞ്ഞന്റെ അമ്മയും വന്നിട്ടുണ്ട്. ഓ, വിശേഷിച്ചൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. അവര് വരാൻ പറഞ്ഞു, ഞങ്ങളിങ്ങി വന്നു. ഇവിടുത്തെ സർവന്റ് മമ്മിയോട് വരക്കുണ്ടാക്കി പോയപ്പോരാ മമ്മി അപ്പച്ചനും അമ്മച്ചിയും കൊണ്ടുവരാൻ സമ്മതിച്ചത്. ഓ, ചാണ്ടിക്കുഞ്ഞ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വലിയ മാനേജറില്ലയോ, വരാൻ ചിലപ്പോ അല്പം വൈകും. ഓ, വലിയ മാനേജർ, അത് വേറെ ആമ്പിള്ളാര. ആ, സാറാമ്മ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ശരി ശരി, അവൻ വരുമ്പം പറഞ്ഞേക്കാം. അപ്പച്ചോ, എന്താ ഉണ്ട്? പത്രമൊക്കെ വായിച്ചോ? ഓ, ഇല്ലടാ മോനെ, പത്രം അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയപ്പോഴാ പള്ളിയിൽ നിന്ന് ട്രസ്റ്റ് വിളിച്ചത്. നീ വരുമ്പോ പുള്ളി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓ, പിന്നെ വിളിച്ചു. പുള്ളിക്കാരൻ ഒരു പണിയും ഇല്ലെന്നേ. ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്റെ പിരിവ് ചോദിക്കാനായിരിക്കും. കൊച്ചുകൂടി ഇതുവരെ എത്തിയില്ലല്ലോ, അവള് തനിയെ വരുമോ? അതിനിത് നാട്ടിപ്പുറമൊന്നും അല്ലല്ലോ അപ്പച്ച, അവളങ്ങ് എത്തിക്കോളും. എന്നാലും അവള് പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചല്ലയോ, നീ ഇത്തിരി കൂടി നിയന്ത്രിച്ച് വളർത്തണം. ഓ, ഈ കാലത്തെ കുട്ടികൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് നല്ല ഭംഗിയായിട്ട് അറിയാം അപ്പച്ച. ആ, അവസാനം ദുഃഖിക്കാൻ ഇടവരരുത്, അത്രയും പറഞ്ഞെന്നേ ഉള്ളൂ. സാറാമ്മോ, എടി ഒരു കാപ്പി കൊണ്ട് താടി. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ സാറാമേ സാറാമേ എന്ന് വിളിക്കരുതെന്ന്. ആദ്യം അമ്മയുടെ പേര് ഏലിയാമ്മേന്നാകാതെ, അല്ലെങ്കിൽ ഡാഡി എലിയെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് അടി നടന്നേനെ. എന്നാ മോനെ, കാപ്പി കുടിക്കേ. ഓ, ഇനി എന്നും അമ്മച്ചി ഉണ്ടാക്കി തന്നോളാമല്ലോ. വൈകിട്ട് എന്താ കഴിക്കാൻ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയും കാച്ചിലും കിഴങ്ങും അടുപ്പേ വെച്ചിട്ടുണ്ട്. ആർക്ക് വേണം കപ്പയും കാച്ചിയും ഒക്കെ? മനുഷ്യ, ആ ഫോൺ എടുത്ത് വല്ല KFC-യോ പിസ്സയോ വിളിച്ചു പറ. എന്നതാടി കപ്പയും കിഴങ്ങും ഒക്കെ എന്ന് കേട്ടപ്പോ നിനക്കൊരു പുച്ഛം? അങ്ങ് തോപ്രാംകുടിയിലെ മലയിടയ്ക്ക് പുല്ലും ചെത്തി ചാണകവും മാറിക്കഴിഞ്ഞ് സ്കൂളിലേക്ക് ഓടുമ്പോഴേ നിന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന മരച്ചീനിയും മുളക് ചമ്മന്തി എന്ത് രുചിയായിട്ടാണ് നീ കഴിച്ചോണ്ടിരുന്നത്. ഗൾഫിൽ വന്ന് 10 കാശുണ്ടാക്കിയപ്പോ അവക്ക് ഒരു പുച്ഛം. ആദ്യം പിസ്സ എന്ന് ശരിക്കും ഉച്ചരിക്കാൻ പഠിക്കണി. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അത് മമ്മി നാക്ക് പഠിക്കാത്തത് കൊണ്ടാ. ചാണ്ടിക്കുഞ്ഞെ, അങ്ങോട്ട് കടന്നു വരാമോ? അയ്യോ, അച്ഛനോ? നമസ്കാരം അച്ഛോ. വരൂ വരൂ, ഇരിക്കൂ. ഇതെന്റെ അപ്പച്ചനും അമ്മച്ചിയുമാണ്. ആ, നമസ്കാരം നമസ്കാരം. കയറി വന്നപ്പോൾ എന്തോ ഇവിടെ ഒരു ബഹളം കേട്ടത്? അയ്യോ അച്ഛോ, അത് ബഹളമൊന്നുമല്ല അച്ഛോ. ഞങ്ങള് വെറുതെ ലോകകാര്യങ്ങളൊക്കെ അങ്ങനെ പറയുമായിരുന്നു. അച്ഛോ, ഇവിടെ കാർഗിലൊന്നുമല്ലായിരുന്നു ചർച്ചാ വിഷയം. അതെ അതെ. നിങ്ങളുടെ മൂത്ത മോൾ എന്താ അവളുടെ പേര്? ആ, ആൻ. അവൾ എന്തി? അവൾക്ക് മൊബൈൽ ഫോൺ കമ്പനിയിൽ ജോലി അയച്ചു, ഇപ്പോഴെത്തും. ഹലോ. ഓ, ഉണ്ടല്ലോ, കൊടുക്കാം കൊടുക്കാം. ഡീ, നിനക്കാ? ഹെഡ് നേഴ്സ് പൊന്നമ്മയാ. ആ സിസ്റ്ററെ, ഗുഡ് ഈവനിങ്. ഞാൻ തന്നെ ബീഫും കരിമീനും ഒക്കെ കഴിച്ചോ?
മദറിലോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഓ പറഞ്ഞേക്കാം. നഴ്സിസ്റ്റയുടെ പരിപാടിയല്ലേ സിസ്റ്റർ? നോ പ്രോബ്ലം. നമ്മുടെ അടുത്ത 2 യൂണിറ്റിൽ നഴ്സുമാരെയും കൂട്ടി ഞാൻ ഒരു സിനിമാറ്റിക് ഡാൻസ് നടത്തിയത്. എന്റെ കർത്താവേ, കളക്ഷനെ കുറിച്ച് സിസ്റ്റർ വിഷമിക്കേണ്ട, അത് ഞാൻ ഏറ്റു. ശരി സിസ്റ്ററെ, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ മിസ്റ്റർ ചാണ്ടി. ഹലോ സാർ, ഹൗ ആർ യു? വെൽക്കം സാർ. അച്ചോ, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്, ഓഫീസേഴ്സ് ക്ലബിന്റെ ഭാരവാഹികളാണ്. ഹലോ. ചാണ്ടി, നമ്മുടെ ഫാമിലി ഗെറ്റ് നടത്തുകയാണ്. ഈ വെള്ളിയാഴ്ച രാവിലെ മുതൽ ഒരു നല്ല കോൺട്രിബ്യൂഷൻ തരണം. പിന്നെ 2 കൊണ്ടുവരണം. അയ്യോ, വെള്ളിയാഴ്ചയോ? ഏറ്റു സാറേ, ഞാൻ ഏറ്റു. സാധനവും കൊണ്ടുവരാം, കോൺട്രിബ്യൂഷൻ തരാം. നമുക്കന്ന് അടിച്ചു പൊളിക്കണമെന്നേ. അവസാനം അടിയത് തരുന്നാ മതി. ഈ കത്തനാർ എപ്പോഴാ വന്നേ? 2 വീസാവെന്ന് കൂടി കരുതി കേറിയതാ. ഇവർക്കൊക്കെ പള്ളിയിൽ നിന്നാണോ ഇരുന്നാ പോരെ? പിരിവായിരിക്കും, മറക്കല്ലേ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചളമാക്കരുത് കേട്ടോ. കുപ്പി കാണുമ്പോൾ നിന്റെ ആക്രാന്തം കാരണം 2 ദിവസമാണ് മോനെ അത്താടം മുടങ്ങിയത്. ഓക്കെ, എന്നാ കാണാം. ബൈ. പിന്നെ ചാണ്ടി, ഞാൻ വന്നത് നിങ്ങൾ പഴയതുപോലെ ഇപ്പൊ പള്ളിയിലൊന്നും വരുന്നില്ല, അതൊന്ന് തിരക്കാൻ ഇറങ്ങിയതാ. അച്ഛോ, ഇപ്പൊ ഭയങ്കര ജോലി തിരക്ക. വ്യാഴാഴ്ച വീട്ടിൽ വരുമ്പോ തന്നെ രാത്രിയാകും. പിന്നെ വെള്ളിയാഴ്ച രാവിലെ ആ ക്ഷീണം കൊണ്ട് ഉണരാനും വൈകും. അത് ശരിയാ, രാവിലെ തലവാങ്ങണ്ടേ? അത് തന്നെയുമല്ല, ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൽ നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല എന്ന് കോർഡിനേറ്റർ പറഞ്ഞു. അയ്യോ അച്ഛൻ, ഞങ്ങൾ ആകെ ടൈറ്റിലായി. ഇപ്പം നാട്ടിലൊരു വീട് പണി നടക്കുക. കിട്ടുന്ന കാശെല്ലാം ആ കോൺട്രാക്ട് കാഴ്ച കൊടുക്കുകയാണെന്നേ. പിന്നെ ഇവന്റെ സ്കൂൾ ഫീസ് അതടയ്ക്കാൻ പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പെടുന്ന പാട് ചില്ലറയല്ല. അത് അടയ്ക്കാതിരുന്നെങ്കിൽ സ്കൂളിൽ പോക്കൊന്ന് നിന്ന് കിട്ടിയ. ഓ, ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ് ഡിയർ. ഹൗ ആർ യു? I'm fine, thank you father. How are you? ദൈവാനുഗ്രഹത്താൽ അച്ഛൻ സുഖമായിരിക്കുന്നു. Hi dad, hi mom. എൻ്റെ കൂടെ ഒരു വിസിറ്റർ ഉണ്ട്. My best friend Ashish. Come on Ashish, come in. Ashish, meet my dad and mom. This is my brother. ഇതെന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയാ. അത് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ. ഗുഡ് ഈവനിങ് ആൾ. വരൂ ആശിഷ്, ഇരിക്കൂ. ഇറ്റ്സ് ഓക്കെ, ഐ എം ഫൈൻ. ഡാഡ്, മോം, ഞാൻ എൻ്റെ ലൈഫിലെ വലിയൊരു ഡിസിഷൻ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ആശിഷിനെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്താ നീ പറഞ്ഞേ? യെസ് ഡാഡ്, ഐ എം ഗോയിങ് ടു മാരി മിസ്റ്റർ ആശിഷ്. അത് നീയാണ് തീരുമാനിക്കുന്നത്. നിനക്ക് കല്യാണപ്രായമാകുമ്പോൾ ഞങ്ങൾ നിന്റെ അപ്പനും അമ്മയും വല്യപ്പച്ചനും ഒക്കെ ചേർന്ന് നിനക്ക് പറ്റിയ ചെറുക്കനെ കണ്ടുപിടിച്ചു തരും. ആ ജോലി നീ ചെയ്യണ്ട. സ്റ്റോപ്പ് ഡാഡ്. ഡാഡിയുടെ പേരൻസും മമ്മിയുടെ പേരൻസും ആലോചിച്ച് തന്നെയല്ലേ നിങ്ങളുടെ മാരേജ് നടത്തിയത്. എന്നിട്ട് എന്തുണ്ടായി? എന്നും നിങ്ങൾ തമ്മിൽ വഴക്കല്ലേ? അത് കേട്ട് ഞങ്ങൾ മടുത്തു. ഞങ്ങളുടെ ജനറേഷൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കും, അവരെ വിവാഹം കഴിക്കും. ഓഹോ, കൊള്ളാം. ആരാടി ഇവൻ? ഏതാടി ഇവന്റെ ജാതി? ഏതാടി ഇവന്റെ കുടുംബം? ഞാൻ കുടുംബമഹിമയൊന്നും നോക്കിയില്ല. ആശിഷ് ഒരു ക്രിസ്ത്യാനിയാണ്. ട്രിവാൻഡ്രത്താണ് ഇവരുടെ വീട്. നിങ്ങൾ ഇനി എത്ര എതിർത്താലും ഞാൻ ആശിഷിന്റെ കൂടെ ജീവിക്കും. അങ്കിൾ, എനിക്ക് ആനിനെ ഇഷ്ടമാണ്. ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കണം. നീ മിണ്ടരുത്. നീ എന്ത് കണ്ടിട്ടാ എന്റെ കൂടെ ഇറങ്ങിപ്പോകാനൊരുങ്ങുന്നത്? നിനക്ക് ഇവനെ കുറിച്ച് എന്തറിയാം? Look dad, he is a civil engineer. കസ്റ്റമർ കെയറിൽ വന്ന് കണ്ടപ്പോൾ പരിചയപ്പെട്ടതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നീ നിന്റെ പേരൻസിനെ റെസ്പെക്ട് ചെയ്യണം, ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യരുത്. You are very right to say that. മമ്മിക്ക് എന്ത് റൈറ്റാണ് ഇങ്ങനെ പറയാൻ? ഡാഡിയോടെ പേരൻസിനെ മമ്മി റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ? അപ്പച്ചനത് ഇടപെടണ്ട, ഓക്കെ? ആര് എതിർത്താലും ഞാൻ ആശിഷിനെ മാത്രമേ മാരേജ് ചെയ്യൂ. സുമബദന മോഹ സുന്ദര
താലി കെട്ടി ഇവിടെ കൊണ്ടുവന്ന് 2 കുട്ടികളുടെ തള്ളയായപ്പോ ഇങ്ങനെയൊക്കെ വേറെ കെട്ടണമെന്നാ? എന്റെ ആറ്റുകാലമ്മേ, ഞാൻ എന്തിനു ചെയ്യും? ആശിഷ്, ഏതാണ് ഈ സ്ത്രീ? എന്താണ് അവർ പറയുന്നത്? What is she talking about? എന്തൊരു പറയണത്? ആശിഷ, നിങ്ങളുടെ പേര് അശോക് കുമാർ. നോക്ക്, ഞങ്ങളുടെ കല്യാണ ഫോട്ടോ. You cheat! I hate you! Get out from here! Sorry, mommy. Sorry, daddy. Sorry. I'm sorry. ചാണ്ടി അടിച്ചു പൊട്ടിക്കണ ഈ കല്യാണ തട്ടിപ്പുകാരനെ. ഭാഗ്യവാനായ ഒരു മനുഷ്യന്റെ ഭവനത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്നവൻ ഏവനും ഭാഗ്യവാൻ. അവന്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. കുടുംബജീവിതത്തിൽ പരസ്പര സ്നേഹത്തിനും ബഹുമാനത്തിനും ദൈവവിശ്വാസത്തിനുമുള്ള സ്ഥാനം നമ്മൾ ക്രിസ്ത്യാനികൾ മറന്നു പോകരുത്. മാതാപിതാക്കൾ ദൈവഭയമുള്ളവരായി മക്കൾക്ക് മാതൃകയായി ജീവിച്ചാലേ അവർ ദൈവാനുഗ്രഹവും അനുസരണവും ബഹുമാനവും ഉള്ളവരായി വളരുകയുള്ളൂ. അതിനായി നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവതരണം സെന്റ് ജൂഡ് പ്രയർ ഗ്രൂപ്പ്. ഈ നാടകത്തിന്റെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചവർ: മോൻസി തേവർക്കാട്ടിൽ, മനോജ് മലയിൽ, സുനിൽ നെടുമ്പ്രം, ജോൺ കുര്യാക്കോസ് തഴക്കര,